ശക്തിയോടെ കരങ്ങൾ അടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഞ്ചത്ത് കൈവച്ചോളാം. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിലുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യക്ഷ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാണ്. അതുകൊണ്ട് എവിടെ ചെന്നാലും എനിക്ക് യേശു മുഖാന്തരം ജയമുണ്ടാകും. എൻ്റെ യേശു എനിക്ക് അനുകൂലമായതുകൊണ്ട് ഒന്നും എനിക്ക് പ്രതികൂലമല്ല. ആമേൻ. കടന്നു വന്ന എല്ലാവർക്കും നന്ദി. ഇന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ബോംബെയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിന്നി പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. ആസാദി ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എന്ന് പോയി കാണണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ ദൈവവചനം സംസാരിക്കും. കരങ്ങൾ അടിച്ച് കർത്താവിന് സ്തോത്രം നന്ദി പറഞ്ഞാട്ടെ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും താണിരിക്കുക. ഒത്തിരി സന്തോഷമുണ്ട്. ഷാജൻ പാസ്റ്ററോടൊപ്പം കോട്ടയത്തെ ഡെലിവറൻസ് ചർച്ചിൽ വന്ന് ഇങ്ങനെ നിൽക്കുവാൻ കഴിഞ്ഞതില്ല. ഞങ്ങളുടെ ചർച്ച് ഗ്രൂപ്പിൽ പോസ്റ്റർ ഇട്ടു. അപ്പോൾ രാവിലെ തൊട്ട് എനിക്ക് മെസ്സേജ് തരാൻ തുടങ്ങി, പാസ്റ്റർ ഷാജൻ പാസ്റ്റർ കൂടാന്നോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യാദൃച്ഛികമെന്ന് തോന്നാം. കഴിഞ്ഞ ഒരു വീക്കിൽ പാസ്റ്ററുമായിട്ട് നമ്മുടെ ആസാദി ചാനലിൽ നമ്മൾ ആ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹം തോന്നി, കോട്ടയത്ത് വന്ന് ദൈവസഭയൊന്ന് കാണണം. ഹല്ലേലൂയ. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭകളിൽ ചെല്ലണമെന്നും കാണണമെന്നും തോന്നുന്ന ആഗ്രഹം തെറ്റൊന്നുമല്ല. അന്ന് പാസ്റ്ററേ അല്ല. അപ്പോസ്തലനായ പൗലോസ് നമ്മളെക്കാട്ടിലൊക്കെ എത്ര വലിയ ദൈവദാസനാണ് അല്ലേ. പൗലോസ് ഒരിക്കൽ റോമാസഭയെക്കുറിച്ച് കേട്ടു. റോമാസഭയെക്കുറിച്ച് കേട്ടിട്ട് റോമാലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ കേട്ടു, എനിക്ക് വന്ന് കാണണമെന്ന്. അപ്പോൾ ഡെലിവറൻസ് ചർച്ചിനെ കുറിച്ച് കേട്ടപ്പോൾ വന്ന് കാണണമെന്ന് എളിയവനായി എനിക്കും ആഗ്രഹമുണ്ടായെങ്കിൽ ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ഈ ചർച്ച് തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷ്യമാണ്, ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ സാക്ഷ്യമാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്നു എന്നതിന് തെളിവാണ് നാം ഓരോരുത്തരും. നമ്മുടെ ദൈവം ജീവിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് നാം ഓരോരുത്തരും. എനിക്കൊന്ന് ആസാദി ചാനലിലെ ടെസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. 100-400 ടെസ്റ്റ് നമ്മൾ കൊണ്ടുവന്നു. ഓരോ ടെസ്റ്റ് കൊണ്ടുവരുമ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ ഇതെത്ര ഭയങ്കരമായിരിക്കുന്നു, ഇതെത്ര അത്ഭുതമായിരിക്കുന്നു. പക്ഷെ അടുത്ത ടെസ്റ്റ് വരുമ്പോൾ പിന്നെയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം എന്തെന്നറിയാമോ? ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം ജീവിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. നമ്മൾ ഓരോരുത്തരും ദൈവം ജീവിക്കുന്നു എന്നതിന് തെളിവാണ്. കർത്താവായ യേശുക്രിസ്തു നൽകിയ വലിയ വാഗ്ദത്തം അതാ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. ഇങ്ങനെ വന്ന സാക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്ററെ അതിനകത്ത് ഏറ്റവും നല്ല സാക്ഷ്യം ഏതാ, ഏറ്റവും സൂപ്പർ നാച്ചുറൽ ഏത്? ഞാനതിങ്ങനെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ലിസ്റ്റ് ഒത്തിരി വലുതാണ് കേട്ടോ. കാരണം ഓരോ സാക്ഷ്യവും സൂപ്പർ നാച്ചുറലാണ്. ഹല്ലേലൂയ. ഹിന്ദി ചാനലുണ്ട്. നമ്മുടെ ഹിന്ദി ചാനലിനകത്ത് സ്ഥിരമായിട്ട് നമ്മൾ ടെസ്റ്റിമണികൾ കൊണ്ടുവരുന്നു. മലയാളികൾ ആ സാക്ഷ്യം കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരു 2 സൂപ്പർ നാച്ചുറൽ പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് കിടക്കാം. ഹിന്ദി ചാനലിൽ വന്ന ടെസ്റ്റിമണീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടെസ്റ്റിമണി, മേരി മക്ബൂൽ എന്ന് പറയുന്ന ഒരു സഹോദരി വന്ന് ടെസ്റ്റിമണി പറഞ്ഞു. അവർ പറഞ്ഞ ടെസ്റ്റിമണി എന്താണെന്നറിയാമോ? 10, 25, 26 വയസ്സുള്ളപ്പോൾ, വിവാഹം കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുഷ്ഠരോഗിയായി തീർന്നു. ഒരു ചെറുപ്പക്കാരി, 25, 26 വയസ്സുള്ള ചെറുപ്പക്കാരി. മുഖത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ വെളുത്തുപോയി, ഒരു കണ്ണ് അടയുന്നില്ല. കുഷ്ഠരോഗം വന്നിട്ട് നെർവൽ സിസ്റ്റം നശിച്ചു പോയി. നിരാശപ്പെട്ടു. ഭയങ്കര സങ്കടമുള്ള അനുഭവമാണ്. ഇന്ത്യയിൽ വളരെ റയറായിട്ടേ അത്തരത്തിലുള്ള കുഷ്ഠം വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ. ഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ ഈ സഹോദരിയെ വിളിച്ചു വരുത്തിയിട്ട് അവിടുത്തെ സ്റ്റുഡൻസിന് പഠിക്കുവാൻ വേണ്ടി ഇവരെ ആ സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ നിർത്തി. ഹല്ലേലൂയ. അവർ പറയുന്നത്, അവരോട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു വസ്ത്രം അഴിക്കാൻ പറഞ്ഞു.
അവർക്ക് മനസ്സിലായില്ല, ബോഡി ചെക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ വസ്ത്രമഴിച്ച് അവർ നിൽക്കുന്ന മുറിയിലേക്ക് 60ഓളം മെഡിക്കൽ സ്റ്റുഡൻസ് കയറി വന്നപ്പോൾ അവർ നിലവിളിച്ചു. ഓടി ഒളിക്കാൻ ഒരിടമില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, അന്ന് അവർ താമസിക്കുന്ന റൂമിൽ പോയിട്ട് നിലവിളിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, എനിക്കെന്തിനാ ഇങ്ങനൊരു ജീവിതം. അതിൻ്റെ പിറ്റേ ആഴ്ച അവരുടെ വീട്ടിലൂടെ വഴിയെ നടന്ന് സുവിശേഷം പറയുന്നൊരു ഉപദേശി കയറി വന്നു. ഹല്ലേലൂയ. അയാളൊരു അല്പ എണ്ണ എടുത്ത് പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് കുറച്ച് പൂശിക്കോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ കുഷ്ഠത്തിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും ശരീരത്തിലില്ല. ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ. ഹല്ലേലൂയ. ഓ, ഇന്ന് അവർക്ക് 60 വയസ്സിൽ കൂടുതലുണ്ട്. 60 വയസ്സ്. ആളുകൾ അവരെ കാണുമ്പോൾ ചോദിക്കും, അയ്യോ, നിങ്ങളുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആണല്ലോ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇവർക്ക് ഇത്രയും മുടിയുണ്ട് കേട്ടോ. ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും മുടി കിട്ടിയത്? എന്താ നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ ഈ സ്ത്രീ അവരുടെ സാക്ഷ്യം പറയാൻ തുടങ്ങും. ഇതാ ദൈവം തരുന്ന സൗഖ്യം, ഇതാ ദൈവം തരുന്ന സൗഖ്യം. ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ. വിശ്വാസമുണ്ടോ? കോട്ടയത്തും നമ്മൾ ദൈവമഹത്വം കാണും. കോട്ടയത്തും സൂപ്പർ നാച്ചുറൽസ് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. പക്ഷേ ഞാൻ കോട്ടയത്തൊക്കെ വണ്ടി വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, കോട്ടയം പട്ടണം വിടുവിക്കപ്പെട്ട പട്ടണമാണ്. കോട്ടയം പട്ടണം സ്വതന്ത്രമായ പട്ടണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ വിത്തെറിഞ്ഞാൽ വളരും. ഇവിടുത്തെ ആത്മമണ്ഡലം ഓപ്പണായി കഴിഞ്ഞു. അപ്പൊ ആത്മമണ്ഡലം ഓപ്പണായ ദേശത്ത്, ആത്മമണ്ഡലം ഓപ്പണായ സഭയിൽ എന്ത് ദൂതാ കർത്താവേ ഞാൻ കൊടുക്കേണ്ടത്? അല്ലേ? ആത്മമണ്ഡലം ഓപ്പണായി കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്താ? അടുത്ത ലെവൽ എന്താ? ഈ ഉപവാസ പ്രാർത്ഥനയുടെ 21-ാം ദിവസം പരിശുദ്ധാത്മാവ് എന്നെ ഇവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, വ്യക്തിപരമായ ദൂതല്ല, സഭയോട് പറയേണ്ട ഒരു ദൂത് ഇന്ന് പകൽക്കാലം ഇവിടെ വെളിപ്പെടുവാനിടയായി തീരണം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സഭയുടെ മുകളിൽ ഒരു ആത്മമണ്ഡലം തുറന്നു കഴിഞ്ഞെന്ന്? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അടുത്ത ലെവലിലേക്ക് നമ്മൾ കയറാനുള്ള സമയമായി. അടുത്ത ലെവലിലേക്ക് നമ്മൾ കയറാനുള്ള സമയമായി. ഓ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ, ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമാകുന്ന ഒരു ചലനം ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ടാകാൻ പോകുകയോ. ഒന്ന് നാവുകളെ തുറന്ന്, വായ തുറന്ന്, മാഷൽ ഖനെ റംദനെ, വായ തുറന്ന് എല്ലാവരും ജാന റംഷൽ ഖമന. പരിശുദ്ധാത്മാവിനെ ഒരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിവിടെ വെളിപ്പാടായി പ്രകാശിക്കണമെങ്കിൽ, വചനം വെളിപ്പാടായി ഇവിടെ പ്രകാശിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടോ. ആന്തന, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അന്തരീക്ഷം ചൂടാകും. നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ അന്തരീക്ഷം ചൂടാകും. വേദപുസ്തകത്തിലെ, പ്രവാചക പുസ്തകത്തിലെ ഒരു വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പക്കാരൻ അപ്പക്കൂട്ടത്തിന് ചൂട് പിടിപ്പിക്കുന്നു. അങ്ങനെ ഒരു വചനമുണ്ട് പ്രവാചക പുസ്തകത്തിൽ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ അർത്ഥം വീട്ടിൽ കുക്കിംഗ് ചെയ്യുന്നവർക്കറിയാം. നമ്മൾ ഈ നല്ല തണുപ്പ് കാലത്ത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ തണുപ്പ് കൂടുതലല്ലേ, വൈകിട്ട് നമ്മൾ മാവ് റെഡിയാക്കി വെച്ചാൽ, അരച്ചു വെച്ചാൽ, തണുപ്പ് കൂടുതലാണെങ്കിൽ എന്ത് പറ്റത്തില്ല? പൊങ്ങത്തില്ല. ശരിയല്ലേ? അതുകൊണ്ട് അപ്പക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പക്കാരൻ ഇതിനെ ഒന്ന് ചൂട് പിടിപ്പിക്കും. അന്തരീക്ഷം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അന്തരീക്ഷം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മാവ് കുഴച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു ഓവർഫ്ലോ ഉണ്ടാകും. ഉണ്ടാകുമോ? യേശു കർത്താവ് പറഞ്ഞ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സാദൃശ്യങ്ങളിൽ ഒന്നാണ് ദൈവരാജ്യം മാവ് എടുത്ത് എന്ത് ചെയ്ത് വെച്ചെന്നാ. എനിക്ക് മലയാളത്തിൽ ഒത്തിരി വർഷങ്ങളായി, 25 വർഷമായി ബോംബെയിലായതുകൊണ്ട്, അപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം. മാവ് എന്ത് ചെയ്തെന്നാ? കുഴച്ച് കൂട്ടി വെച്ചല്ലേ? അതെന്ത് ചെയ്തെന്നാ? അത് പുളിച്ച് പൊന്തി ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അപ്പക്കൂട്ടത്തിനൊന്ന് ചൂട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഓവർഫ്ലോ ചെയ്യുന്ന ആത്മിക അനുഭവങ്ങളിലേക്ക് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, ദൈവരാജ്യം കവിഞ്ഞൊഴുകുന്നതാണ്. ദൈവരാജ്യത്തെ ഒതുക്കി നിർത്തുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അപ്പോൾ ഒന്ന് ചൂട് പിടിപ്പിച്ചേ.
ആത്മമണ്ഡലത്തിൽ നിങ്ങളുടെ വാക്കുകൾക്ക് അധികാരമുണ്ട്, നിങ്ങളിലുള്ള അഭിഷേകത്തിന് അധികാരമുണ്ട്. ഒന്ന് ചൂടുപിടിപ്പിച്ചേ. ജുബാന റംഷൽ ഖമനെ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദേവദാസൻ ലാസ്റ്റിൽ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് ആവർത്തിച്ച് പറഞ്ഞ് എന്നെ ബലപ്പെടുത്തുന്ന ഒരു വചനം യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യമാണ് കേട്ടോ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുമ്പോൾ യഹോവ നിന്റെ മേൽ ഉദിക്കും. ഈ വാക്യം എനിക്ക് എത്ര വലിയ ശക്തി തന്നെന്നറിയാമോ? അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ ഹല്ലേലൂയ, യഹോവ അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചോദിച്ചു, ഇന്ന് 28-ാം തീയതി, ഈ ആഴ്ച ഇന്ത്യക്ക് വലിയ ആഴ്ചയായിരുന്നല്ലേ, നമ്മുടെ ദേശത്തിന് വലിയ ആഴ്ചയായിരുന്നല്ലേ. ഞാൻ ചോദിച്ചു, കർത്താവ് ചുറ്റും ഇരുട്ടിൻ്റെ കട്ടി കൂടുകയാ, ഞങ്ങൾ അന്യഭാഷ പറയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, പക്ഷെ മറുപുറത്ത് ഇരുട്ടിൻ്റെ കട്ടി കൂടുമ്പോൾ, ചുറ്റും അന്ധകാരം മൂടുമ്പോൾ, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുമ്പോൾ ഞങ്ങളുടെ ഭാവി എന്താ? കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, ചുറ്റും ഇരുട്ട് കൂടുമ്പോൾ അസാധാരണമാകുന്ന ദൈവത്തിന്റെ ശക്തിന, ദൈവത്തിന്റെ കാബോധ് നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ലോകത്തിൽ അന്ധകാരത്തിന് കട്ടി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, പ്രതികൂലങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. 2-3 മാസങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു, ഞങ്ങളുടെ ചർച്ചിൽ ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഒരു വചനം പറഞ്ഞു, കർത്താവ് ഈ കാലത്തേക്കാണല്ലോ ഞങ്ങളെ വിളിച്ചത്. ഏത് കാലം? ഇങ്ങനൊരു കാലം, ഒരു വല്ലാത്ത കാലം, ഒരു കെട്ട കാലം അല്ലേ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വർദ്ധിച്ചു വരുന്ന ഒരു കാലം, ഇരുട്ടിന് കട്ടി കൂടുന്ന കാലം. ഞാൻ പറഞ്ഞു, കർത്താവ് കുറെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ, പ്രശ്നങ്ങളില്ലാത്ത കാലത്തായിരുന്നെങ്കിൽ ശുശ്രൂഷയൊക്കെ എളുപ്പമായിരുന്നു, അന്നെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. വെല്ലുവിളികളുള്ള ഒരു കാലത്തേക്ക് എന്തിനാ ഞങ്ങളെ മാറ്റിവെച്ചത്? ഹലോ, ശരിയല്ലേ ഞാൻ പറയുന്നത്? പരിശുദ്ധാത്മാവിനോട്, മോനെ ഹല്ലേലൂയ, നിന്നെയൊക്കെ ഞങ്ങൾ മാറ്റിവെച്ചിരുന്നതാ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ അറക്കാതെ 21-ാം നൂറ്റാണ്ടിൽ അറക്കാൻ വേണ്ടി, അന്ത്യകാലത്ത് ഇറക്കാൻ വേണ്ടി അവൻ മിനുസമുള്ള വാളാക്കി, അവൻ മിനുസമുള്ള അസ്ത്രമാക്കി ഭൂണിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചതാ. ഭൂണിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചതാ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ വൈകിട്ട് ശുശ്രൂഷിച്ച കൺവെൻഷൻ, കലയപുരത്ത് IPCയുടെ കൺവെൻഷൻ, ഇവിടെ ഞാനിത് പറയാനിടയെത്തത്, ഞാൻ ആദ്യമായിട്ട് കൺവെൻഷൻ പ്രസംഗിക്കുന്നത് 98-ലാണ്. അത് IPCയുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു കൺവെൻഷനായിരുന്നു 98-ൽ. അതിനുശേഷം 25 വർഷം ഞാൻ ബോംബെ പോയി പാത്തിരിക്കുകയായിരുന്നു. ആളുകൾ ചോദിച്ചു, ഫിനി പാസ്റ്റർ എന്തിയേ? എൻ്റെ പപ്പയുടെ അന്ന് ചോദിച്ചവരുണ്ട്, ഫിനി പാസ്റ്റർ പിന്മാറിപ്പോയെന്ന്. കാരണം കാണാനില്ല ആളിനെ. 25 വർഷം ഞാൻ പാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ 25 വർഷം. ഹല്ലേലൂയ. ഞാൻ തന്നെ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതെന്തൊരു ഇടപാടാ? ഞാൻ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു സെൻട്രൽ പാസ്റ്ററായി ഞാൻ ഇപ്പോഴും എവിടെയോ പാത്തിരിക്കുക. കർത്താവിനോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക, ഈ കാലത്തേക്കല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഈ കാലത്തേക്കല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഞാൻ നിന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഒരു കാലം വരുന്നുണ്ട്, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്ന ഒരു കാലം വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിലേക്ക്, പ്രതികൂലമുള്ള ചലഞ്ചുകളുള്ള ഈ കാലഘട്ടത്തിലേക്ക് ഞാൻ നിന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാ ദൈവമക്കളെ, ഈ നൂറ്റാണ്ടിൽ, ഈ കാലത്ത് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്നത്. ചുറ്റും ഇരുട്ടാ കേട്ടോ, ചുറ്റും കൂരിരുട്ടാ. ഞാൻ ചോദിച്ചു, കർത്താവ് ഇനി എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞു, ഈ കൂരിരുട്ടുള്ള കാലഘട്ടത്തിൽ നിന്റെ മേൽ ഹല്ലേലൂയ എൻ്റെ ഷെഖേന ഇറങ്ങാൻ പോകുക. നിന്റെ മേൽ എൻ്റെ കാബോധ്, അങ്ങനല്ലേ തേജസ് എന്നാ കേട്ടോ. തേജസിന്റെ ഹീബ്രു പദം എന്താണ്? കാബോധ്. നിന്റെ മേൽ എൻ്റെ കാബോധ് ഇറങ്ങാൻ പോകുക. എത്ര ഇരുട്ടിന് ശക്തി കൂടട്ടെ,
എത്ര ഇരുട്ടിന് ശക്തി കൂടട്ടെ, പക്ഷെ നിന്റെ മേൽ ഇറങ്ങുന്ന കാബോദിനെ തടയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ. പ്രാപിച്ചു. വിശ്വാസത്തോടെ ഈ ദൂത് ഏറ്റെടുത്തു. ഓ, താങ്ക് യു ജീസസ്. ഹർഷകമന റംശൽകമന ജുബാന റംശൽകമന ദേലലക ശകമന രഗദലെ. കാബോദിനെ തടയാൻ പറ്റുമോ പാസ്റ്ററെ? ഹല്ലേലൂയ. ഈ വല്ലാത്ത കാലത്ത്, ഈ കട്ടകാലത്ത്, ഹല്ലേലൂയ, എൻ്റെ മേലും നിന്റെ മേലും ഉദിച്ചത് ആരെങ്കിലും മാനുഫാക്ചർ ചെയ്ത പ്രകാശമല്ല. എൻ്റെ മേലും നിന്റെ മേലും ഉദിക്കുന്നത് ദൈവത്തിന്റെ തേജസ്സാണെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്കും അഭിഷേകമുള്ളവന്റെ മേൽ ഉദിച്ച ദൈവ തേജസ്സിനെ, കാബോദിനെ തടയാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ നൂറ്റാണ്ട് എന്റെയും നിന്റെയും നൂറ്റാണ്ടാണ്. ഈ നൂറ്റാണ്ട് അഭിഷേകമുള്ളവന്റെ നൂറ്റാണ്ടാണ്. ഈ നൂറ്റാണ്ട് ആരാധിക്കുന്നവന്റെ നൂറ്റാണ്ടാണ്. പ്രാപിച്ചോ. Take that anointing. Oh, Shekana Ramshalkamana Hartal Pamdana Shakamana Ragadal Pamshalkamana. ഹല്ലേലൂയ. ഈ വചനം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു ചിത്രമുണ്ട് കേട്ടോ. ചിത്രം എന്താണെന്നറിയാമോ? ചില വലിയ സ്റ്റേജുകളിലൊക്കെ സ്പോട്ട് ലൈറ്റ് കണ്ടിട്ടില്ലേ? സ്പോട്ട് ലൈറ്റ് ചുറ്റും ഇരുട്ടാ, പക്ഷേ സ്റ്റേജിൽ നിൽക്കുന്ന ആളുടെ മേലെ ഒരു സ്പോട്ട് ലൈറ്റ് ഇറങ്ങി വരികയാ. അവൻ എങ്ങോട്ട് മൂവ് ആകുന്നു അവിടോട്ടൊക്കെ ആ സ്പോട്ട് ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുമ്പോൾ യഹോവയുടെ സ്പോട്ട് ലൈറ്റ് നിന്റെ മേൽ, യഹോവയുടെ സ്പോട്ട് ലൈറ്റ് നിന്റെ മേൽ. ഇന്ന് പകൽക്കാലം സ്പോട്ട് ലൈറ്റ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ, സ്പോട്ട് ലൈറ്റ് നിന്റെ മേൽ ഉദിച്ചു കഴിഞ്ഞാൽ, സ്പോട്ട് ലൈറ്റ് നിന്റെ മേൽ ഉദിച്ചു കഴിഞ്ഞാൽ, ഇരുട്ടിൽ ഇരിക്കുന്നവരെ ആര് കാണത്തില്ല, പക്ഷെ സ്പോട്ട് ലൈറ്റ് വീണവനെ ലോകം കാണുമെന്ന്. ഇരുട്ടിൽ ഇരിക്കുന്നവരെ ആര് കാണത്തില്ല, പക്ഷെ സ്പോട്ട് ലൈറ്റ് വീണവനെ ലോകം കാണുമെന്ന്. ഷെക്കന വീണവനെ, കാബോദ് വഹിക്കുന്നവനെ, യഹോവയുടെ തേജസ് ഉദിച്ചവനെ. ഓ ഷെക്കന റംദനെ ഹർദലാരം ശൽക്കമനെ ഹദൽപം ശൽക്കമനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു ദൂത് പറയാം. ഇരുട്ട് കൂടുമ്പോഴുണ്ടല്ലോ അവിടെയാണ് നിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. പ്രതികൂലം കൂടുമ്പോഴുണ്ടല്ലോ അവിടെയാണ് നിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. നിങ്ങൾക്കൊരു രഹസ്യം അറിയാമോ? വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെട്ടതൊക്കെ എവിടെയാണെന്ന്? എവിടെയാ ദൈവത്തിന്റെ ഗ്ലോറി ഏറ്റവും കൂടുതൽ കണ്ട മനുഷ്യനാരാ? വേദപുസ്തക ചരിത്രത്തിൽ ഒത്തിരി പേരുണ്ട്. മോശം കണ്ടിട്ടുണ്ട്, ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് യെഹസ്കേൽ എന്ന് പറയുന്ന പ്രവാചകനാ. ഇടയ്ക്കിടയ്ക്ക് ഗ്ലോറി അവനെ വിസിറ്റ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് മഹത്വം അവന്റെ മേൽ ഇറങ്ങി വരും. ഇടയ്ക്കിടയ്ക്ക് മഹത്വം അവനെ തൂക്കിയെടുക്കും. പറഞ്ഞാട്ടെ, മഹത്വം എന്നെ തൂക്കിയെടുക്കാൻ പോകുക. മഹത്വം എന്നെ തൂക്കിയെടുക്കാൻ പോകുക. മഹത്വം അവനെ തൂക്കിയെടുത്തിട്ട്, ഹലോ, മഹത്വം, മഹത്വം. പറഞ്ഞാട്ടെ, ഞാൻ കഴിഞ്ഞിടയ്ക്ക് തമിഴ്നാട്ടിൽ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ അവർ പാടിയൊരു പാട്ടുണ്ട്. അവൻ എന്നെ തൂക്കിയെടുത്ത്, എന്നെ തൂക്കിയെടുത്ത്. പറഞ്ഞാട്ടെ, എന്നെ തൂക്കിയെടുക്കുന്നു. മഹത്വം എന്നെ കോളറിന് പിടിച്ചങ്ങ് പൊക്കുകയാണെന്ന്. തമ്പുരാൻ ചിലരെ തൂക്കിയെടുക്കാൻ പോകുക. തമ്പുരാൻ ചിലരെ പൊക്കിയെടുക്കാൻ പോകുക. മഹത്വം നിന്നെ തൂക്കിയെടുക്കുമെന്ന്.
മഹത്വം തൂക്കിയെടുത്തിട്ട് യെഹെസ്കേലിനെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി എന്നറിയാമോ? ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുപോയി. എവിടെ ഇരിക്കുന്നത്? ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? കേബാർ നദിയുടെ തീരത്ത്. പക്ഷേ ആത്മാവിൽ എങ്ങോട്ട് കൊണ്ടുപോയതാ? ആത്മാവിൽ ഞാൻ അല്പം എക്സ്ട്രീം പറയാൻ പോവാ. ഓക്കെ അല്ലയോ? ഷാജൻ പാസ്റ്റർ സഭയായതുകൊണ്ട് ഇത് വേറെയും പറയാൻ പറ്റത്തില്ല, അടി കിട്ടും. അവർ പറയും ദുരുപദേശം പ്രസംഗിച്ചെന്ന് പറയും. ആത്മാവിൽ നിനക്ക് ചിലയിടത്ത് കയറിപ്പോകാൻ പറ്റും. വിശ്വാസമുണ്ടോ? ആത്മാവിൽ ഇവിടെ ഇരിക്കുമ്പോൾ, ഈ കസേരയിൽ ഇരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ചിലയിടത്തേക്ക് നിനക്ക് കയറി ചെല്ലാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. ആത്മാവിൽ ഈ നാളുകളിൽ തൂക്കിയെടുത്ത് ഇന്ത്യയുടെ ചില പട്ടണങ്ങളിൽ, ലോകത്തിന്റെ ചില ഹെഡ് ക്വാർട്ടേഴ്സിൽ നീ ഒന്ന് കയറി ചെല്ലണമെന്ന് ആത്മാവിൽ സ്വർഗ്ഗത്തിനെ ഒന്ന് തൂക്കിയെടുക്കാൻ പോകുക. ഹല്ലേലൂയ. നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ ഒരു ടിറ്റി പാസ്റ്ററുണ്ട്, ടിറ്റി പത്തനാപുരം. അദ്ദേഹം സാക്ഷ്യമെല്ലാം പറഞ്ഞ് ലൈവ് ക്ലോസ് ആയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് പബ്ലിക്കലി പറയാൻ പറ്റത്തില്ല, പക്ഷേ എനിക്കൊരു അനുഭവമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവമുണ്ട്. പരിശുദ്ധാത്മാവ് ചിലപ്പോൾ എന്നെ എടുത്തോണ്ട് അങ്ങ് പോകുന്നു, പോയിട്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൊണ്ട് നിർത്തുമെന്ന്. ഇത് സംഭവിക്കുമോ? ഇത് സംഭവിക്കുമോ? 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 അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന്. ഹമാന രാംശൽ കമന. ഇതിന് വേദപുസ്തകത്തിൽ തെളിവുണ്ട്. യെഹെസ്കേലിനെ മാത്രമല്ല, പൗലോസ് ഒരിക്കൽ പറഞ്ഞു, അങ്ങ് ദൂരെ ഇരിക്കുക. കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവ് ഒന്നു ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ ദൂരത്തല്ല ഇരിക്കുന്നത്, പക്ഷെ ആത്മാവിൽ ഒരു കണക്ഷൻ ഉണ്ടായിട്ട്. ഓ ഹല്ലേലൂയ. അപ്പോൾ ആരാ ഏറ്റവും കൂടുതൽ ദൈവമഹത്വം കണ്ടിട്ടുള്ള മനുഷ്യൻ? എസെക്കിയേൽ അല്ലേ? എസെക്കിയേൽ എവിടെയാ ദൈവമഹത്വം കണ്ടത്? ജെറുസലേം ദേവാലയത്തിലല്ല. കൽദയവാദികളും ശകുനവാദികളും കൽദയരും മന്ത്രവാദികളും ഒക്കെ നിറഞ്ഞ ബാബിലോണിൽ ദൈവമഹത്വം ഇറങ്ങി വന്നെങ്കിൽ, മഹത്വം എവിടെ ഇറങ്ങിയത്? നെബൂഖദ്നേസർ വാഴുന്ന, ലോകത്തെ പിടിച്ചു ഒതുക്കിയ ഒരു സാമ്രാജ്യത്തിന്റെ അധിപതിയാകുന്ന നെബൂഖദ്നേസർ വാഴുന്ന ദേശത്ത് ദൈവമഹത്വം വെളിപ്പെട്ടെങ്കിൽ ഇന്ത്യയിൽ ആരും ഭരിച്ചോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. യഹോവയുടെ തേജസ് എന്റെ മേലും നിന്റെ മേലും ഈ രാജ്യത്ത് ഉദിക്കുമെന്ന്. നെബൂഖദ്നേസർ ഭരിക്കുന്ന ദേശത്ത് ദൈവമഹത്വം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, ഇന്ത്യ ആര് ഭരിക്കുന്നു അത് നമുക്ക് വിഷയമല്ല. ഇന്ത്യ ആര് ഭരിച്ചാലും നമുക്ക് വിഷയമല്ല. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കുമെന്ന്. കേബാർ നദിയുടെ തീരത്ത് ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങി വരികയാണ്. ഇപ്പം യെഹെസ്കേലിനെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുക കേട്ടോ. വചനത്തിലൊരു വാക്യമില്ല, ഞാൻ നിന്നെ ഉന്നതങ്ങളിൽ വാഹനമേറി. അത് ഫ്ലൈറ്റിൽ കയറുന്ന കാര്യമാണ്. ഫ്ലൈറ്റിൽ കയറുന്നതൊക്കെ കൊച്ചു സ്വപ്നം കേട്ടോ പാസ്റ്ററെ. അത് ഫ്ലൈറ്റിൽ കയറുന്ന വാക്യമല്ല, അത് ആത്മാവിൽ എടുത്തുകൊണ്ട് പോകുന്നവൻ വായിച്ചു പഠിക്കേണ്ട വചനമാണ്. ആത്മാവിൽ അവൻ എന്നെ ഉന്നതങ്ങളിൽ വാഹനമേറി ഓടുമാറാക്കും. കോട്ടയത്ത് ഞാൻ ഇരുന്നാലും ആത്മാവിൽ ഉന്നതങ്ങളിൽ സ്വർഗം എന്നെ തൂക്കിയെടുക്കാൻ പോകുക. സ്വർഗം എന്നെ തൂക്കിയെടുക്കാൻ പോകുക. വിളിച്ചു പറഞ്ഞാട്ടെ, ഈ ആരാധനാലയത്തിന്റെ ഫ്രണ്ട് റോ മുതൽ ഏറ്റവും പുറകിലിരിക്കുന്ന ആ ബാൽക്കണിയിലിരിക്കുന്ന ദൈവമക്കളെ, അവിടെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രസൻസ് ഉണ്ട്. നിന്നെ അവൻ തൂക്കിയെടുക്കാൻ പോകുക. തൂക്കിയെടുക്കുവാൻ പ്രശ്നം കൂടുമ്പോൾ ദൈവമഹത്വം കൂടും. ലോക ചരിത്രത്തെ മാറ്റിയ പ്രവചനങ്ങളൊക്കെ വെളിപ്പെട്ടത് ജെറുസലേം ദേവാലയത്തിലല്ല, വെളിപ്പെട്ടത് ബാബിലോണിലാ. ദാനിയേൽ
പറഞ്ഞ പ്രവചനങ്ങൾ എവിടെയാണ്? ബാബിലോണിൽ. യെഹെസ്കേൽ പറഞ്ഞ പ്രവചനങ്ങൾ എവിടെയാണ്? ബാബിലോണിൽ. ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. അന്ധകാരത്തിന് കട്ടികൂടുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവന്റെ മേൽ, വചനത്തിന് വേണ്ടി നിൽക്കുന്നവന്റെ മേൽ കാബോധ് വെളിപ്പെട്ടു വരുമെന്ന്, തേജസ് വെളിപ്പെട്ടു വരുമെന്ന്. ദൈവ തേജസ്സിന് ഒരു സ്ഥലത്തിറങ്ങുവാൻ ആരുടെയും അനുവാദം വേണ്ട. നെബൂഖദ്നേസറിന്റെ പെർമിഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നെബൂഖദ്നേസറിന്റെ അനുവാദം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കെബാർ നദിയുടെ തീരത്തിരിക്കുന്ന ഭക്തന്റെ മേൽ ദൈവത്തിന്റെ കാബോധ് വെളിപ്പെടും. നീ സ്പോട്ട് ലൈറ്റിലാകാൻ പോകുക. ആത്മാവിൽ ഞാൻ ഒരു ദൂത് പറയാം. ചിലരുടെ മേൽ യഹോവയുടെ തേജസ് ഉദിക്കാൻ പോകുക. അത് ഉദിച്ചു കഴിയുമ്പോൾ നീ സ്പോട്ട് ലൈറ്റിൽ വരാൻ പോകുക. ലോകം നിന്നെ അറിയാൻ പോകുക. ലോകം നിന്നെ കാണാൻ പോകുക. ഈ ദേശത്തൊരു ദാനിയേൽ ഉണ്ടെന്ന്, ഈ ദേശത്തൊരു ദാനിയേൽ ഉണ്ടെന്ന്, ഈ ദേശത്തൊരു എലീശ ഉണ്ടെന്ന് ലോകം അറിയാൻ പോകുക. സ്പോട്ട് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്. ഒരു 2 മാസം മുമ്പ്, ഒക്ടോബറിലാണോ നവംബറിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഗുജറാത്തിലെ ബറോഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഭയിൽ ഞാൻ ശുശ്രൂഷിച്ചു. എനിക്ക് വലിയ അത്ഭുതം തോന്നി കേട്ടോ. ബറോഡ വളരെ പോപ്പുലേഷൻ കുറഞ്ഞൊരു ചെറിയ പട്ടണമാണ്. ബറോഡ വളരെ പോപ്പുലേഷൻ കുറഞ്ഞൊരു ചെറിയ, പക്ഷെ ഒരു വലിയ സഭ, ഒരു വലിയ. അപ്പോൾ ദേശത്തിലെ പോപ്പുലേഷൻ അല്ല സഭയുടെ സ്ട്രെങ്ത് അല്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ദൈവദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്നു. അസാധാരണ അഭിഷേകം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മൈൽസ് മൺറോ. എവിടുത്തുകാരനായിരുന്നു അറിയാം. ആദ്യമൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഓർത്ത് ഇദ്ദേഹം അമേരിക്കയിലും കണ്ടാണെന്ന്. അദ്ദേഹത്തിൻ്റെ ചർച്ചിൻ്റെ സെറ്റപ്പ്. എൻ്റെ ഷാജൻ പാസ്റ്ററെ ഈ വീഡിയോ ഒക്കെ ആളുകൾ കാണുമ്പോൾ പാസ്റ്റർ ചർച്ച അമേരിക്കയിലാണെന്ന്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തുതിച്ചാട്ട് നന്ദി പറയണം കേട്ടോ. കോട്ടയത്ത് ദൈവം ഇങ്ങനൊരു ചർച്ച തന്നതിന്. ബോംബെയിലല്ല, കോട്ടയത്ത്. ഹല്ലേലൂയ. ഈ മൈൽസ് മൺറോന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ ഓർത്ത് ഇദ്ദേഹം അമേരിക്കൻ പാസ്റ്റർ. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലായത്. മരിച്ചത് എങ്ങനെയാണെന്നറിയാം, 55 വയസ്സെങ്ങാണ്ടേ ഉള്ളായിരുന്നു. മരിക്കുന്നതിൻ്റെ തലേവർഷം ഒരു ജൂലൈ മാസത്തിൽ ഒരൊറ്റ പ്രവചനം ചർച്ചിൽ നിന്നുകൊണ്ട് അടുത്ത വർഷം ഈ സഭയ്ക്ക് നേതൃമാറ്റം ഉണ്ടാകാൻ പോവുക. അതൊക്കെ പ്രവാചക അഭിഷേകം എന്ന് പറയുന്നത്. അയാൾ പ്രവചിച്ചു, അടുത്ത വർഷത്തിന് മുമ്പ് ഞാൻ മരിക്കുമെന്ന് പ്രവചിച്ചു. 6 PhD ഉണ്ട് കേട്ടോ. 6. ഞാൻ ഈ PhDയും കൃപയും ഒന്നിച്ചുള്ളവരെ ആദ്യമായിട്ട് കാണുകയാണ്. സാധാരണഗതിയിൽ ഇത് 2 കൃപയുണ്ടോ PhD കിട്ടത്തില്ല, PhD ഉണ്ടോ കൃപ കിട്ടത്തില്ല. ഹല്ലേലൂയ. ഇത് 2 ഐറ്റമാ. ഇത് ഒന്നിച്ചൊരാളിൽ കയറിയാൽ അതൊരു ഭയങ്കര മിറക്കിളാ. 6 PhD ഉണ്ട് ആളിന്. 6 PhD. കണ്ടാലൊരു രൂപഗുണമൊന്നുമില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ കുരങ്ങൻ്റെ ഷേപ്പാണ് മുഖത്തിനൊക്കെ. അപ്പോൾ ഒരിക്കൽ ടീച്ചർ എഴുന്നേപ്പിച്ചിട്ടിട്ട് പറഞ്ഞു, നിന്നെ കണ്ട ഒരു കുരങ്ങൻ്റെ കൂട്ടാണെന്ന്. ക്ലാസ്സിൽ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി ഓടി. ഒരു കുട്ടി കാട്ടിൽ പോയിരുന്നു കുത്തിയിരുന്നു പ്രാർത്ഥിച്ചു, കർത്താവേ എന്തിനാ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? അന്ന് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നീ കുരങ്ങന്റെ രൂപമല്ല, യു ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനാ. നിന്റെ രൂപം ദൈവത്തിൻ്റെതാണ്. ആ 8ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സിലും തോറ്റു പഠിച്ചവന്റെ ബുദ്ധിയെ ദൈവം കയറിയൊന്ന് തൊട്ടു. പിന്നെ തോറ്റിട്ടില്ല. 6 PhD എടുത്തു. 6 PhD. ലോകരാജ്യത്തെ ഒത്തിരി പ്രസിഡന്റുമാരുടെ അഡ്വൈസറായി. എവിടെയാണെന്നറിയാമോ? വെസ്റ്റ് ഇന്ത്യൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? കരീബിയൻ ഐലൻഡ്സ് കേട്ടിട്ടില്ലേ? ക്രിക്കറ്റ് കളിക്കൊക്കെ ഒത്തിരി പ്രസിദ്ധമാണ്. പാവങ്ങളുടെ നാടാ കേട്ടോ. നമ്മൾ ചിന്തിക്കില്ലേ വെസ്റ്റ് ഇൻഡീസുകാരൊക്കെ വലിയ പാവങ്ങളുടെ നാടാ. ആ പാവങ്ങൾ ഒത്തിരി ദ്വീപുകളാണ്. നമ്മുടെ ഈ ലക്ഷദ്വീപിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ചെറിയ ചെറിയ ദ്വീപുകളാണ്. അതിനകത്ത് ഒരു ചെറിയ ഐലൻഡ്, ഒരു ചെറിയ കരീബിയൻ ഐലൻഡ്സിൽ ഒരു ചെറിയ ഐലൻഡ്. എല്ലാം കൂടി പോപ്പുലേഷൻ എടുത്താൽ 10,000 പേരുണ്ട്. അത്രമേ ഉള്ളൂ ആ ദേശത്ത്. പക്ഷേ ആ ദേശത്തെ
മൈൽസ് മൺറോയുടെ ചർച്ചിൽ 5000 പേരുണ്ട്. ആകപ്പാടെ ആ ദേശത്ത് 5000 പേരേ ഉള്ളൂ. ആ ദേശത്തുള്ള 5000 ചർച്ചിന്റെ അകത്ത് കൊണ്ടുവന്ന്. ഹല്ലേലൂയ. അപ്പൊ കോട്ടയം പട്ടണത്തിലെ ജനസംഖ്യ അല്ല നിന്റെ സഭയുടെ വലിപ്പം. കോട്ടയം പട്ടണത്തിലെ ജനസംഖ്യ അല്ല നിന്റെ സഭയുടെ വളർച്ചയുടെ രഹസ്യം. നിന്റെ മേൽ ഉദിക്കുന്ന യഹോവയുടെ തേജസ്. നീ സ്പോട്ട്ലൈറ്റിലായി കഴിഞ്ഞാൽ തേജസ് നിന്റെ മേൽ ഉദിച്ചാൽ, അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ തേജസ് നിന്റെ മേൽ ഉദിച്ചാൽ, നീ അസാധാരണമാകുന്ന ദൈവപ്രവർത്തിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ പോകുക. Oh, hallelujah. Thank you, Holy Spirit. നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ദൂത്. Thank you, Jesus. Thank you, Jesus. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ബറോഡായി പോയ ചർച്ച കണ്ട് അത്ഭുതപ്പെട്ടു. ഞാൻ എന്നിട്ട് അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ എനിക്ക് അസൂയുണ്ടെന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള പട്ടണത്തിലാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്, ബോംബെ. ഒരു പക്ഷേ ടോക്കിയോ കഴിഞ്ഞാൽ ലോകത്തിലെ 2ാമത്തെ ജനസംഖ്യയുള്ള പട്ടണം. ഞങ്ങൾക്ക് പോലും ഇങ്ങനെ പറ്റിയില്ലല്ലോ പാസ്റ്ററെ. ഹല്ലേലൂയ. എനിക്ക് സങ്കടം തോന്നി. ഞാനൊരു രഹസ്യം പറയാം. ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താ നിങ്ങൾക്കറിയാമോ? ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഗൂഗിളിൻ്റെ അകത്ത് ഇങ്ങനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ലോകത്തിലെ ഏറ്റവും വലിയ സഭകൾ 10 സഭയുടെ ലിസ്റ്റ് വന്നു. എത്ര സഭ? അതിനകത്ത് 3 ഇന്ത്യയിലാണ്. വിശ്വസിക്കാൻ പറ്റുമോ പാസ്റ്ററെ? ലോകത്തിലെ ഏറ്റവും വലിയ 10 സഭകളിൽ 3 ഇന്ത്യക്കകത്ത്. അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുന്നു. നെബൂഖദ്നേസർ ഭരിക്കുന്ന ദേശത്ത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ രഥം ഉരുളാൻ പോകുക. നെബൂഖദ്നേസർ ഭരിക്കുന്ന ദേശത്ത് കെരൂബുകൾ ഇറങ്ങാൻ പോകുക. നെബൂഖദ്നേസർ ഭരിക്കുന്ന ദേശത്ത് അഭിഷക്തന്മാരെ നിങ്ങളെ ദൈവം തൂക്കിയെടുക്കാൻ പോകുക. ഹല്ലേലൂയ. തൂക്കിയെടുക്കാൻ പോകുക കേട്ടോ. ആര് ഭരിക്കുന്ന ദേശത്ത്? കർത്താവ് അനുവാദം ചോദിച്ചിട്ടല്ല ഇറങ്ങി വരുന്നത്. കർത്താവ് അനുവാദം. ചിലർ ഈ നാളുകളിൽ പരിശുദ്ധമോ തൂക്കിയെടുക്കാൻ പോകുക. അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിലേക്ക് നിന്നെ കൊണ്ട് നിർത്താൻ പോകുക. നിന്നെ കൊണ്ട് പ്രവചിപ്പിക്കാൻ പോകുക. നിന്നെ പ്രവചന ശബ്ദമാക്കാൻ പോകുക. ദേശങ്ങളെ നോക്കി പ്രവചിക്കുന്ന ഒരു പ്രോഫറ്റിക് അനോയിന്റിംഗ് ഈ നാളുകളിൽ വെളിപ്പെട്ടു വരട്ടെ എന്ന് പരിശുദ്ധാത്മാവ് നിയോഗം നൽകുക. ദൂതിന്റെ ഒരു പ്രധാന ഭാഗത്തിലൊക്കെ ഞാൻ കടക്കുക. ഞാൻ ബസ്സിൽ വന്ന വഴിക്ക് ചോദിച്ചു, കർത്താവേ, കോട്ടയം വിടുവിക്കപ്പെട്ട പട്ടണമാണ്. പാസ്റ്റർ ഡെലിവറൻസ് ചർച്ച് ആത്മമണ്ഡലം തുറന്ന സഭ. ഇനി അതിനകത്ത് എന്തോ ഞാൻ പോയി തുറക്കാൻ? ഹല്ലേലൂയ. ഇനി അടുത്ത ലെവൽ എന്താ? ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞ ഒരു ദൂത് ഞാൻ പറയാൻ പോകുക. ഹല്ലേലൂയ. അന്ധകാര ഭൂമിയെയും യഹോവയുടെ തേജസ് ഇവിടെ ഇറങ്ങണം. ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മണ്ഡലം രാജ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്രവചിക്കാൻ തുടങ്ങണം. നിങ്ങളെ ഇവിടെ ഓപ്പൺ ഹെവന്റെ താഴെ ഇരുത്തിയിരിക്കുന്നത്, തുറന്ന സ്വർഗത്തിന്റെ താഴെ ഇരുത്തിയിരിക്കുന്നത്, ലോക രാജ്യങ്ങളെ നോക്കി ആത്മാവിൽ ദൂത് പറയാൻ വേണ്ടിയാ. ഇന്നലെ രാത്രി ഉറക്കത്തിൽ പരിശുദ്ധാത്മാവിനെ തട്ടി ഉണർത്തി. എന്നിട്ടൊരു ദൂതനോട് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് കേട്ടോ. രാത്രി ചിലപ്പോൾ ഉറക്കത്തിൽ കിടന്ന് പ്രസംഗിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അടിപൊളി ദൂതായിരിക്കും. അയ്യോ, വെളിപ്പാടാ, വചന വെളിപ്പാട്. ഉറക്കത്തിൽ തകർത്ത് പ്രസംഗിക്കുക. ഇന്നലെ രാത്രി എന്നെ തട്ടി ഉണർത്തിയിട്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഞാൻ ദേശത്തെ ഇളക്കാൻ പോകുക. കോട്ടയം പട്ടണത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ ഞാൻ ഇളക്കാൻ പോകുക. ഞാൻ കീഴ്മേൽ മറയ്ക്കാൻ പോകുക. ഞാൻ ദേശത്തെ ഇളക്കും. പറഞ്ഞിട്ട് ദേശത്തെ ഇളക്കാൻ പോകുക. ലോക രാജ്യങ്ങളെ ഇളക്കാൻ പോകുക. അപ്പൊ ദൈവം ദേശത്തെ ഇളക്കിയാൽ എന്ത് സംഭവിക്കും? ദൈവം ദേശത്തെ ഇളക്കിയാൽ ലോകം പരിഭ്രമത്തിലാകും, അല്ലേ? പക്ഷെ നമ്മുടെ കാര്യമോ? നമ്മുടെ കാര്യം എന്തായിരിക്കും? സ്പോട്ട്ലൈറ്റ് നമ്മുടെ മേൽ വീഴുമെന്ന്.
ദേശമിളകുമ്പോൾ ലോകത്തിന് ഓടിയെത്തുവാൻ നീ ഉണ്ടാകണമെന്ന്. ദേശമിളകുമ്പോൾ, ലോകത്തെ കീഴ്മേൽ മറയ്ക്കുമ്പോൾ അതിന് നടുവിൽ ദൈവം പറയും, ഈ ജനത്തെ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുകയാ. മനസ്സിലാകുന്നുണ്ടോ? മുങ്ങാൻ തുടങ്ങുന്ന ഒരു കപ്പലാണ് ഈ ലോകം. എത്രവർക്ക് വിശ്വാസമുണ്ട്? ഞാൻ എന്താ പറഞ്ഞത്? മുങ്ങാൻ പോകുന്ന ഒരു കപ്പലാ. അതിനകത്ത് പരിശുദ്ധ എന്നോട് ഇന്നലെ പറഞ്ഞൊരു ദൂത് പിന്നെ വെളിപ്പെട്ട് വരുന്നു. അതിനകത്ത് ആളുകൾ പരിഭ്രമിച്ചോടുകയാണ് കേട്ടോ. അവർക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. കൈ കിട്ടിയതെല്ലാം എടുത്ത് വെളിയിൽ എറിയുക. കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ കൈ കിട്ടുന്നതൊക്കെ എടുത്ത് വെളിയിൽ. ആ സമയത്ത് ഒരുത്തനിരുന്ന് അപ്പം നുറുക്കുകയാ. ആളുകൾ ചോദിച്ചു, എടാ ചാകാൻ പോകുന്നവന് റൊട്ടി കഴിക്കേണ്ട ആവശ്യമുണ്ടോ? പൗലോസ് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ എന്റെ മുറിക്കകത്തിറങ്ങി മുങ്ങാൻ പോകുന്ന കപ്പലിന്റെ അകത്ത്, ആ മുറിക്കകത്ത് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ നിന്നെ ദൈവം കപ്പിത്താനാക്കി മാറ്റാൻ പോകുക. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കാൻ പോകുക. Hallelujah. The world is going to identify you. ലോകം നിന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പോകുക. നിന്നുള്ള അഭിഷേകത്തെ ലോകം തിരിച്ചറിയാൻ പോകുക. ലോകം പറയാൻ പോകുക, ഇവൻ വ്യത്യസ്തനാണ്. ഇന്നലെ വരെ ഇവന്റെ വാക്ക് കേട്ടില്ല, ഇനി ഇവന്റെ വാക്ക് കേട്ടേ മതിയാകത്തുള്ളൂ. ഈ സ്പോട്ട്ലൈറ്റ് വരാൻ പോകുക കേട്ടോ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പോടാ. നീയാണ് ഇനി കപ്പിത്താൻ. ഹമശഖമന റംശൽഖമന നീ ആദൂലെ ലംശൽഖമന. നീയാണ് ഇനി കപ്പിത്താൻ. ഞാൻ ദേശത്തെ ഹഗ്ഗായി 2:7 എന്തെഴുതിയിരിക്കുന്നു? I'm going to shake nations. ഞാൻ ദേശത്തെ കീഴ്മേൽ മറയ്ക്കാൻ പോകുക. ദേശം കീഴ്മേൽ മറയ്ക്കുമ്പോൾ മറുഭാഗത്ത് എന്തുണ്ടാകും? അടുത്ത വചനം പറഞ്ഞു, സകല ലോകത്തിന്റെ മനോഹര വസ്തു അപ്പോഴാ വെളിപ്പെട്ടു വരുന്നത്. മനോഹര വസ്തു വെളിപ്പെട്ടു വരണമെങ്കിൽ ദേശമൊന്ന് ഇളകി മറിയണമെന്ന്. ദേശം ഇളകി മറിയുമ്പോൾ we are not hopeless. നമ്മൾ ആശയില്ലാത്തവർ, നമ്മൾ പ്രത്യാശയില്ലാത്തവരല്ല. ദേശം ഇളകി മറിയുമ്പോൾ യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിക്കുമെന്ന്. ഹഗ്ഗായി 2:7 ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതിയുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. പറഞ്ഞാട്ട് മനോഹര വസ്തു വെളിപ്പെടാൻ പോകുക. ഒരു സത്യം പറയാ, സകല ജാതികളുടെ മനോഹര വസ്തു എന്നൊക്കെ എഴുതിയേക്കുന്നെങ്കിലും ഇന്ന് ജാതികൾക്ക് അവനെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ നമുക്ക് അവനോട് ഭയങ്കര സ്നേഹമാണ്. ആരാണവൻ? സകല ജാതികളുടെ മനോഹര വസ്തുവായവൻ ആരാണ്? വിളിച്ചു പറഞ്ഞാട്ടെ, എൻ്റെ യേശു വെളിപ്പെടാൻ പോകുക. ദേശം ഇളകുമ്പോഴാണ് യേശു വെളിപ്പെടുന്നത്. യേശു ആരിലൂടെ വെളിപ്പെടുന്നത്? യേശു സഭയിലൂടെ വെളിപ്പെടുന്നത്. യേശു സഭയിൽ ആ വാക്യമുണ്ടല്ലോ, എഫേസ്യർ 1:23. കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് ദൈവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. സകലത്തെ നിറയ്ക്കുന്നവന്റെ നിറവ്. ആമേൻ, ആമേൻ, ആമേൻ. സഭയെ നിറയ്ക്കുന്ന നിറവ്. സഭയെ എങ്ങനെ നിറയ്ക്കും അവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? സഭയെ യേശു ക്രിസ്തുവിന്റെ പൂർണ്ണത കൊണ്ട് നിറയ്ക്കുമെന്ന്. ചർച്ചിന്റെ അകത്ത് യേശു ക്രിസ്തു ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണെന്ന്. യേശു നിറഞ്ഞു നിൽക്കുകയാണെന്ന്. ദേശമിളകട്ടെ, രാജ്യമിളകട്ടെ, രാജ്യങ്ങൾ ഇളകട്ടെ. സകല ദേശത്തിന്റെയും മനോഹര വസ്തുവായവൻ വെളിപ്പെടാൻ പോകുക. എന്റെ യേശു കോട്ടയത്ത് വെളിപ്പെടാൻ പോകുക. എന്റെ യേശു എന്റെ മുംബൈയിൽ വെളിപ്പെടാൻ പോകുക. എന്റെ യേശു ഇന്ത്യയിൽ വെളിപ്പെടാൻ പോകുക. ലോകത്തിലെ 10 വലിയ ചർച്ചുകളിൽ 3 നിങ്ങൾക്ക് രഹസ്യം അറിയാമോ? ആ 3 ചർച്ചും വളർന്നു വന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയില്ല. അർത്ഥം മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ 3 ചർച്ചും വളർന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയില്ല. എല്ലാവരും വാക്യം പറഞ്ഞിട്ട്, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ യഹോവയുടെ തേജസ് എൻ്റെ മേൽ ഉദിക്കും. ബാബിലോണിൽ ഞാൻ ദൈവമഹത്തെ കാണാൻ പോകുക. നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിനകത്ത് ഹല്ലേലൂയ അഭിഷേകമുള്ളവന്റെ കൃപ വെളിപ്പെടാൻ പോകുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ഹഗ്ഗായിയുടെ പ്രവചനം 2-ാം അധ്യായത്തിൽ
ഹഗായി ജെറുസലേമിൽ ആലയം പണിയുവാൻ വന്ന ചില അഭിഷക്തന്മാരെ നോക്കി പ്രവചിക്കുകയാണ്. ഈ അഭിഷക്തന്മാർക്കൊരു പ്രശ്നമുണ്ട്. ഒരു വലിയ ആഗ്രഹത്തോടെ പണി തുടങ്ങിയത്. ജെറുസലേം ദേവാലയം നെബൂഖദ്നേസർ പൊളിച്ചു കളഞ്ഞ ദേവാലയം. ചിലർ പറഞ്ഞാട്ടെ, ശത്രു പൊളിച്ചു കളഞ്ഞത്, ലോകരാജാക്കന്മാർ പൊളിച്ചു കളഞ്ഞത്. പണിയാൻ വേണ്ടി നിൽക്കുന്ന സെരുബാബേലാണ് ഞാൻ, പണിയാൻ വേണ്ടി നിൽക്കുന്ന ജോഷുവയാണ് ഞാൻ. വിളിച്ചു പറഞ്ഞാട്ടെ, ഓ ദേശത്ത് ശത്രു പൊളിക്കുന്നതിനെ പണിയാനുള്ള അഭിഷേകത്തോടെ ദൈവം തെരഞ്ഞെടുത്തവനാ ഞാൻ. പക്ഷെ ഒരു പ്രശ്നം, 15 വർഷം കഴിഞ്ഞിട്ടും ഇട്ട കല്ലിൻ്റെ മേൽ ഒരു കല്ലൂടി ഇടാൻ പറ്റിയില്ല. അവസാനം ഇവർ പറഞ്ഞു, നമുക്ക് അവരെ പോലൊന്നും പറ്റത്തില്ല. ആരെ പോലെ? പഞ്ചാബിലെ അങ്കൂർ നെരുളെ 2-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു. ഹഗായി 2-ാം അധ്യായം. ഇവർ പറഞ്ഞു, പണ്ട് ശലോമോൻ പണിതതുപോലൊന്നും നമുക്ക് പണിയാൻ പറ്റത്തില്ല. ശലോമോൻ ആരായിരുന്നെന്നറിയാമോ? എന്തോ ബുദ്ധിയായിരുന്നെന്നറിയാമോ? എന്തോ പണമായിരുന്നെന്നറിയാമോ? ശലോമോൻ ഭയങ്കര ആലയമാണ് പണിതത്. നമുക്കത്രയൊന്നും, നമ്മളാരാ? നമ്മൾ അടിമത്തത്തിൽ പ്രവാസത്തിൽ കിടന്ന ജനം. എങ്ങനെങ്കിലും ഒരു ചെറിയ, നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ട്, എന്താ ഭാഷ മറന്നു, ചെറിയ പള്ളിയുണ്ടല്ലോ, ഈ ചെറിയ ഒരെണ്ണം പണിതിട്ടെ നമുക്ക് കൊട്ടിപ്പാടി പോകാം. അപ്പോൾ നിങ്ങൾ ഒരു പാസ്റ്റർ ഇത് വലുതാ. ദൈവാത്മാവ് പറഞ്ഞു, ഇത് വലുതാണെന്നല്ല ദൈവാത്മാവ് പറയുന്നത്. ഇതല്ല മഹത്വം എന്ന് ദൈവാത്മാവ് പറയുന്നു. ഇതല്ല മഹത്വം, ഇതല്ല മഹത്വം. ഇതിനപ്പുറമായൊരു മഹത്വമുണ്ട്, ഇതിനപ്പുറമായൊരു മഹത്വമുണ്ട്. ഗ്ലോറി വെളിപ്പെടുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മഹിമ ധനത്തിന് ഒത്തവണ്ണം വെളിപ്പെടണം. വേണ്ടേ? ദൈവത്തിൻ്റെ അവൻ്റെ നിറവിനനുസരിച്ച് വെളിപ്പെടണം, അല്ലേ? ഇതൊക്കെ നമ്മുടെ നിറവാ, ഇതൊക്കെ നമ്മുടെ നിറവാ കേട്ടോ. ആമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ട്. അപ്പൊ ഇവര് കൂടി പറഞ്ഞു, ഇങ്ങനെ വചനം എഴുതിയിരിക്കുന്നത് ഹഗായി 2-ാം അധ്യായം, സഭയോടുള്ള ദൂതാ കേട്ടോ പാസ്റ്ററെ. എന്നെ തട്ടി ഉണർത്തി ദൈവാത്മാവ് പഠിപ്പിച്ചു വിട്ടതാണ്. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിൽ പറഞ്ഞു, പണ്ടത്തെ ആലയം കണ്ടിട്ടുള്ളവർ അവര് പറഞ്ഞു, ഓ ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന്. മേളത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട് മക്കളെ, എവിടെയാ വായിക്കുന്നത്? ഞാൻ സകല ജാതികളെയും ഇളക്കും. അല്ലല്ല, അതിന്റെ ആ 2-ാം അധ്യായത്തിന്റെ കുറച്ചുകൂടെ മേളിലെ. ഹല്ലേലൂയ. നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി 6 ശേഷിച്ചിരിക്കുന്നു. ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? അയ്യോ, എന്താ പറഞ്ഞത്? ഈ മഹത്വം പോരാ. പറഞ്ഞാട്ടെ, ഇത് പോരാ, ഇത് പോരാ. ഈ ദോഷങ്ങളൊക്കെ ഞാൻ പാടിക്കൊണ്ട് നടക്കുന്നത്, ഇത് പോരായേ, ഇത് പോരായേ, ഈ മഹത്വം പോരായേ. ഇന്നലെ ഞാനൊരു യൂത്ത് ക്യാമ്പിലാണ് പ്രസംഗിച്ചത്. അവിടെ ഞാൻ പാടി, കൊതിയാകുന്നേ കൊതിയാകുന്നേ നിൻ മഹത്വം കാണുവാൻ. കൊതിയുണ്ടോ? ഭയങ്കര കൊതി അകത്ത് കയറട്ടെ. കൊതി കയറി കഴിഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങല് കേട്ടോ. ദൈവം എന്നെ പഠിപ്പിച്ചൊരു പാഠം ഞാൻ പറയാം. കർത്താവ് ചിലരെ തൊട്ടാൽ രാത്രി ഉറക്കം കിട്ടത്തില്ല. അതിനെ ഉണർവെന്ന് പറയുന്നത്. ഉണർവ് ഉറക്കം കെടുത്തും. രാത്രി മുഴുവൻ കട്ടിലെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് പറയും, കർത്താവ് എനിക്ക് ഭയങ്കര കൊതിയാ, എനിക്ക് നിന്റെ മഹത്വം കാണണം, എനിക്ക് നിന്റെ തേജസ് കാണണം. 63-ാം സങ്കീർത്തനം വായിച്ചു കൊള്ളുക. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അധികാലത്ത് വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട നിലത്ത് എൻ്റെ ഉള്ളം നിനക്കായി. അപ്പം ഞാൻ ഓർത്ത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. 3-4 വാക്യം മുന്നോട്ട് വായിച്ചപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, രാത്രിയിൽ ഞാൻ കിടക്കയിൽ എന്ത് ചെയ്യുന്നെന്നാ? നിന്നെ ധ്യാനിക്കുന്നു, നിന്നെ ഓർക്കുന്നെന്ന്. എന്ന് പറഞ്ഞാൽ വൈകിട്ട് കിടക്കാൻ തുടങ്ങിയപ്പോൾ ഓർക്കാൻ തുടങ്ങിയതാ. രാവിലെ ആയിട്ടും ഉറങ്ങാൻ പറ്റിയില്ല. രാത്രി മുഴുവൻ തമ്പുരാനെ ഓർത്തോണ്ടിരിക്കുക. എന്നിട്ട് എഴുതിയിരിക്കുന്നത് 63-ാം സങ്കീർത്തനത്തിന് 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കും എന്ന് പറഞ്ഞാൽ രാത്രിയുടെ 3 യാമങ്ങളും പുള്ളി ഉറങ്ങിയിട്ടില്ല. ആ വാക്യം ഒന്ന് കാണിക്കാൻ മക്കളെ. 63-ന്റെ എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രി യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് രാവിലെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് കേട്ടോ. ഉറക്കമില്ലാത്തൊരു രാത്രി കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് ഭയങ്കര ദാഹമാ. പ്രാർത്ഥിക്കാൻ പറ്റുമോ? എനിക്ക് ഭയങ്കര വിശപ്പാ, എനിക്ക് ഭയങ്കര ആഗ്രഹമാ. വേറെ ഒന്നുമല്ല, നിന്റെ മഹത്വം എനിക്കൊന്ന് കാണണം, നിന്റെ തേജസ് എൻ്റെ മേലൊന്ന് ഉദിക്കണം. പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇത് പോരാ. പറഞ്ഞാട്ടെ, ഇത് പോരാ. സാധാരണ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, സക്സസ് ഈസ് ദ എനിമി ഓഫ് അവർ ഗ്രോത്ത്. എന്താണ്? നമ്മുടെ വിജയം
നമ്മുടെ വളർച്ചയുടെ ശത്രുവാണ്. ഹല്ലേലൂയ. നമ്മുടെ വിജയം നമ്മുടെ വളർച്ചയുടെ ശത്രുവാണ്. നമുക്ക് എപ്പോഴും തോന്നണം പോരെന്ന് തോന്നണം. പൗലോസ് ചോദിക്കുന്നുണ്ട്, ഇത്ര വേഗത്തിൽ നിങ്ങൾ തൃപ്തരായോ? തൃപ്തരായാൽ എന്ത് പറയും? മതി. ഞാൻ സാധാരണ ചില സഭകളിൽ ചെന്ന് ചോദിക്കാറുണ്ട്, ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളൊക്കെ എല്ലാം സന്തോഷമാണോ എന്ന്. ഞാൻ ഇന്ന് വരെ കണ്ടിട്ട് എല്ലാവരും പറയും പാസ്റ്ററെ സന്തോഷമാണ്. എനിക്ക് ഭയങ്കര പണക്ക് അങ്ങനെ പറയുന്നവരോട് നിങ്ങൾ പറയണം, പാസ്റ്ററെ എനിക്ക് സന്തോഷമില്ല, എനിക്കിത് പോരാ, എനിക്കൊരു പടി മുന്നോട്ട് കാരണം, ഈ അഭിഷേകം പോരാ, ഈ കൃപ പോരാ, ഈ അന്തരീക്ഷം പോരാ, ഈ മഹത്വം. അവരെ കർത്താവ് അടയാളപ്പെടുത്തും കേട്ടോ. അവനാ നാളെ സ്പോട്ട്ലൈറ്റിൽ വരാൻ പോകുന്നത്. അവനെ തൃപ്തിയില്ലാതെ സ്വർഗത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ, തൃപ്തിയില്ലാതെ മുഴങ്കാലിലിരിക്കുന്നവൻ, അവനാണ് സ്വർഗത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ മേലാണ് അന്ധകാര ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുമ്പോൾ യഹോവയുടെ തേജസ് ഉദിച്ചുയരുന്നത്. എന്നിട്ട് ആ വാക്യം ഒന്നുകൂടെ അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ഇപ്പോഴോ സെരുബ്ബാബേലേ, അല്ല 63-ാം സങ്കീർത്തനം. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രി യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യും. അപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അറിയാമോ? എന്ത് സംഭവിക്കും? ആറാമത്തെ വാക്യം. എന്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. അപ്പൊ ഉറക്കമില്ലാതെ രാത്രി നീ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് കർത്താവുമായിട്ട് ഒന്ന് പ്രാർത്ഥനയിൽ ഒന്ന് മല്ലുപിടിച്ചാൽ, യാക്കോബ് മല്ലുപിടിച്ചതുപോലെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് ഒന്ന് മല്ലുപിടിച്ചാൽ നിന്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടെന്നോണം തൃപ്തി വരുന്നു. ഈ മേധസ് എന്ന പദത്തിന് ഇംഗ്ലീഷിൽ കൊടുക്കുന്ന പദം ഫാറ്റ്നസ് എന്നാണ്. ഹല്ലേലൂയ. ഹിന്ദിയിൽ കൊടുക്കുന്ന പദം ചിക്നാപ്പൺ. ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതിനുപയോഗിക്കുന്ന മറ്റൊരു പദമാണ് അഭിഷേകം. ഹലോ, മേധസ് എണ്ണയാ കേട്ടോ. മേധസ് എന്താണ്? അതിന് പറയുന്ന പേര് അഭിഷേകം. രാത്രി മുഴുവൻ തിരിഞ്ഞും മറിഞ്ഞ് കിടന്ന് പ്രാർത്ഥിച്ചോ, രാവിലെ അസാധാരണമാകുന്ന അഭിഷേകവുമായിട്ട് നീ പൊങ്ങി വരാൻ പോകുക. അസാധാരണമാകുന്ന അഭിഷേകവുമായിട്ട് നീ പൊങ്ങി വരാൻ പോകുക. ഹഗായി പറയുകയാണ്, പഴയ ആലയം കണ്ടിട്ടുള്ളവർക്ക് ഹല്ലേലൂയ, ഈ ആലയം പോരാ, ഇത് പോരാ. പ്രവാചകനിലൂടെ അടുത്ത ദൂത് വെളിപ്പെടുന്നു. ഞാനൊരു പദ്ധതി പറഞ്ഞു തരാൻ പോകുക. ശലോമോന്റെ ബുദ്ധി കൊണ്ട് പണിതിട്ട് നടക്കാത്തത്, ശലോമോന്റെ ധനം കൊണ്ട് പണിതിട്ട് നടക്കാത്തത്, സെരുബ്ബാബേലേ നീ പണിയാൻ പോകുക. ജോഷുവയെ നീ പണിയാൻ പോകുക. അടിമത്തത്തിൽ നിന്ന് വന്ന ജനത്തെ നോക്കി പ്രവാചകൻ വിളിച്ചു പറയുക, നീ പണിയാൻ പോകുക. എങ്ങനെ പണിയുന്നത്? ഞാൻ ലോകത്തെ ഇളക്കാൻ പോകുക. ഞാൻ ലോകത്തെ ഇളക്കി കഴിഞ്ഞാൽ മനോഹര വസ്തുവായവൻ വെളിപ്പെട്ട് വരാൻ പോകുക. എത്ര പേര് ദൂത് കേൾക്കുന്നു? മനോഹര വസ്തുവായവൻ വെളിപ്പെട്ട് വരാൻ പോകുക. വിശ്വാസമുണ്ടോ? ആത്മാവിൽ ചർച്ചിനെ നോക്കിയിട്ട് ഞാനൊരു ദൂത് പറയുക. ഇതല്ല നിങ്ങളുടെ ഗ്രോത്തിന്റെ മാക്സിമം. ഇതല്ല. ഹല്ലേലൂയ. ഇതല്ല. ദൈവത്തിൻ്റെ കാബോധ് ഇവിടെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, യഹോവയുടെ തേജസ് ഇവിടെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ചർച്ച് സ്പോട്ട്ലൈറ്റിലേക്ക് പിന്നെയും വരാൻ പോകുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു യൂത്ത് ക്യാമ്പിൽ, നോർത്ത് ഇന്ത്യൻ പാസ്റ്റേഴ്സിനുള്ള ഒരു ക്യാമ്പ്, അത് ഞാൻ പോയി ശുശ്രൂഷിക്കുക. അപ്പോൾ അവിടെ ഒരു ദൈവാത്മാവ് ഒരു ദൂത് പറഞ്ഞു. ദൂത് എന്താണെന്നറിയാമോ? അവിടുത്തെ പാസ്റ്ററെ നോക്കിയിട്ട് ദൈവാത്മാവ് പറഞ്ഞു, പാസ്റ്റർ യു ആർ ഗോയിങ് ടു ഗെറ്റ് യൂസ് ഫോർ ബില്യൻസ്. എന്താ പറഞ്ഞേ? ബില്യൻസ്. ദൂത് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു നാണം തോന്നി. ബില്യൻ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ് കേട്ടോ. ബില്യൻസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 1.5 കോടി, 2 കോടിയിലും വേണം, 200 കോടിയിലും വേണം ബില്യൻസ് ആകാൻ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് തെറ്റിയതാന്നോ അതോ നിനക്ക് തെറ്റിയതാന്നോ? മില്യൻസ് എന്നല്ലേ പറയേണ്ടത്? ഒരു 10 ലക്ഷം ഒക്കെ 20 ലക്ഷം ഒക്കെ ഈ ബില്യൺ എന്നൊക്കെ ദൂത് പറഞ്ഞാലോ? അപ്പം ഞാൻ ദൂത് പറഞ്ഞ് ഞാൻ തന്നെ ഒന്ന് പരിഭ്രമിച്ചു. കർത്താവേ എന്ത് പറ്റി? ബില്യനോ? സത്യം പറയും കേട്ടോ പാസ്റ്ററെ. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ എന്നോട് വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ തെറ്റ് പറ്റിയതാന്നോ? ബില്യൻ എന്നാ പറഞ്ഞത്, മില്യൻ എന്നാ പറഞ്ഞത്? ഞാൻ വീട്ടിൽ പോയി കളിച്ചു, കർത്താവ് എവിടെയാണ് അബദ്ധം പറ്റിയത്? കർത്താവ് എന്നോട് പറഞ്ഞു, എടാ മോനെ, ഈ കാലഘട്ടത്തിൽ ബില്യൻ ഒരു ചെറിയ സംഖ്യ. ഹലോ, ഇന്ത്യയിൽ എത്ര കോടി ആളുകളുണ്ട്? 180 കോടി അല്ലേ? ഇന്ത്യയിൽ നീ സ്പോട്ട്ലൈറ്റ് വന്നാൽ ഇന്ത്യയിലെ 150 കോടി നിന്നെ അറിയുമോ? ഇന്ത്യയിലെ 150 കോടി നിന്നെ അറിഞ്ഞാൽ ലോകത്തിലുള്ള കുറഞ്ഞത് 500 കോടി നിന്നെ അറിയുമോ?
അവനോട് പറഞ്ഞു, എടാ മോനെ, അത് ഞാൻ പറഞ്ഞ ദൂതാ. പക്ഷെ അവിശ്വാസം കൊണ്ട് എന്ത് ചെയ്തില്ല, അത് എടുക്കാൻ. നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണെന്നറിയാം? ഒരു വ്യവസ്ഥയുണ്ട്. നിങ്ങളൊരു വീട്ടിൽ ചെന്ന് സമാധാനം പറഞ്ഞാൽ അവിടെ ഒരു സമാധാന പുരുഷൻ അതിനെ അങ്ങ് വലിച്ചെടുക്കുകയാണെങ്കിൽ അത് അവൻ്റെ മേൽ പോയി വീഴും. ഇല്ലെങ്കിൽ അത് തിരിച്ച് നിന്റെ മേൽ വരും. കർത്താവ് പറഞ്ഞു, മോനെ, അങ്ങോട്ട് നീ പറഞ്ഞ ദൂത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് കളിക്കുകയാ, അത് ഇതുവരെ സെറ്റായിട്ടില്ല. ഹല്ലേലൂയ. ആരെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞാട്ട് കർത്താവെ, ദേശങ്ങളെ മാറ്റുന്ന, രാജ്യങ്ങളെ മാറ്റുന്ന 21 നൂറ്റാണ്ടിന്റെ ഒരു അന്ത്യകാല അഭിഷേകത്തിന്റെ ഒരു പുതപ്പ്, ഒരു മാന്റിൽ ഈ അന്തരീക്ഷത്തിൽ പറന്നു നിൽക്കുക. എന്റെ മേൽ അത് വീഴണമേ. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇഷ്ടമുണ്ട് എന്റെ തലയിലോട്ടിട്ടു. ഞാൻ പറഞ്ഞ ദൂത തിരിച്ചു പോരുന്നിങ്ങ, പക്ഷെ ഞാൻ തലപിടിക്കാൻ റെഡിയാ. നിങ്ങൾ തലപിടിച്ചോ? ഈ നമ്മുടെ അഭിഷക്തന്മാർ ഇത്ര അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അറിയാമോ പക്ഷേ, നമ്മൾ പറയുന്ന പല ദൂതും അവരിങ്ങോട്ടേക്ക് തിരിച്ചിടും. അതെല്ലാം നമ്മുടെ തലയിൽ വന്ന് വീഴുകയാ. നിങ്ങൾ ആർക്കെങ്കിലും സമാധാനം പറഞ്ഞാൽ അവൻ ആ സമാധാനം ഏറ്റെടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന? നമ്മുടെ മേൽ അങ്ങനെ പറഞ്ഞ പല ദൂതും പറഞ്ഞ പല അനുഗ്രഹങ്ങളും അവിടോട്ട് എടുക്കാത്തത് കൊണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്നെ പറയാൻ പോയാൽ അടുത്ത സെക്ഷനോട് ഞാൻ പ്രസംഗിച്ചു നിർത്താൻ പോവുക. ഹല്ലേലൂയ. പറയേണ്ട ഒരൊറ്റ ദൂത് പറഞ്ഞങ്ങ് നിർത്തി കേട്ടോ. നിങ്ങൾ ലോകത്തിന്റെ ഇരുട്ടിന് കട്ടിക്കൂടുമ്പോൾ നീ ഞാനും വെളിച്ചമാകണം. യേശു കർത്താവ് പറഞ്ഞ 2 വാചകങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്താ ഈ വചനത്തിന്റെ അർത്ഥം എന്നറിയുമ്പോൾ, ഞാൻ ഇതിവിടെ പ്രസംഗിക്കാൻ വന്നതല്ല. പാസ്റ്റർ അത് പറഞ്ഞപ്പോൾ കയറി അങ്ങ് കത്തി. ഹല്ലേലൂയ. ഞാൻ ഹഗ്ഗായി 2 നിന്ന് പ്രസംഗിക്കാൻ വന്നതാ. പക്ഷെ പാസ്റ്റർ അത് പറഞ്ഞപ്പോൾ അകത്തങ്ങ് കത്തി. നിങ്ങൾ ലോകത്തിന്റെ, നിങ്ങൾ ഭൂമിയുടെ. എന്താ അർത്ഥം എന്നറിയാമോ? പഴയ യഹൂദന്മാർ, യേശുവിൻ്റെ കാലത്തെ ജൂയിഷ് റബായിമാർ, ജൂയിഷ് മതപണ്ഡിതന്മാർ, അവർ പഠിപ്പിക്കുന്ന 2 വാക്കുകളായിരുന്നു ഉപ്പും വെളിച്ചവും. അവരെങ്ങനെ അത് പഠിപ്പിച്ചെന്നറിയാമോ? ഉപ്പും. ഈ പഴയ നിയമത്തിൽ 2 തരം പുസ്തകങ്ങളുണ്ട്, 2 തരം ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗത്തിന് പറയുന്നത് ഡോക്ട്രിൻ എന്നാണ് പറയുന്നത്, അല്ലേ? മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. എന്താണത്? നിയമങ്ങളെ, അല്ലേ? ഈ നിയമങ്ങളെ പഴയ നിയമം പഠിപ്പിക്കുന്ന റബായിമാർ വിളിച്ച പേരാ ഉപ്പ്. പഴയ നിയമത്തിലെ നിയമവ്യവസ്ഥകൾ ലോകത്തിന് ഉപ്പാണ്. ഹല്ലേലൂയ. വചനം ലോകത്തിന് ഉപ്പാണ്. ഇനി ഇതിന്റെ മറ്റൊരു ഭാഗമാണ് പ്രവചന പുസ്തകങ്ങൾ. യെശയ്യാവ്, ജെറമ്യാവ്, ഇതൊക്കെ എന്താണ്? ഈ പുസ്തകങ്ങളെ ജൂയിഷ് റബായിമാർ പഠിപ്പിച്ച പേരാണ് ഹല്ലേലൂയ, വെളിച്ചം. അപ്പൊ ഇതേ കാര്യമാണ് യേശു നമ്മളെ നോക്കിയിട്ട് പറഞ്ഞത്. നീ ലോകത്തിന് വചനമാണ്, നീ ലോകത്തിന് പ്രവചന ദൂതാണ്. ഹലോ, വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ ആരാണ്? ലോകത്തിന് പ്രമാണമാണ്, വചനമാണ്. ലോകത്തിന് പ്രമാണമാണ് ദൈവവൈതൽ കേട്ടോ. നിന്നെ കണ്ട് ലോകം പഠിക്കണം. നീ ലോകത്തിന് ഉപ്പാണ്. രണ്ടാമത്, നീ ലോകത്തിന് വെളിച്ചമാണ്. എന്ന് പറഞ്ഞാൽ നീ ലോകത്തിന് പ്രവചന പുസ്തകമാണ്. ഹോ, വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എല്ലാ ദൈവമക്കളുടെ നാവിൻ്റെ മേലും പ്രവചന അഭിഷേകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എല്ലാ ഈ പഴയ നിയമത്തിൽ മോശയുടെ കാലത്ത് കുറെ പേര് എണ്ണി തെരഞ്ഞെടുത്ത് മോശയുടെ ആത്മാവിന്റെ സ്വല്പം ഒന്ന് വീതിച്ചു കൊടുത്തല്ലേ? അവരെല്ലാവരും എന്ത് ചെയ്തതാ? എല്ലാവരും എന്ത് ചെയ്തതാ? പ്രവചിച്ചു, അല്ലേ? പുതിയ നിയമത്തിൽ മോശയുടെ ആത്മാവല്ല, യേശുവിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നപ്പോൾ നമ്മളെല്ലാവരും പ്രവചിക്കത്തില്ലേ? ഒരു സത്യം പറയാം, ചിലപ്പോഴൊക്കെ ദൈവമക്കൾ പറയുന്ന ചില ദൂതുണ്ടല്ലോ, ചുമ്മാതെ സംസാരിക്കുമ്പോൾ പറഞ്ഞതാ, പ്രവചനമാ. അതുകൊണ്ട് ദൈവമക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്തെങ്കിലും വെറുതെ പറയരുത്. നിങ്ങൾ വളരെ അളന്ന് മുറിച്ച് കറക്റ്റായിട്ട് പറയണം. കാരണം നിന്റെ നാവിൻ്റെ മേൽ ഒരു പ്രൊഫറ്റിക് അനോയിന്റിംഗ് വ്യാപരിക്കുന്നുണ്ട്. നീ ലോകത്തിന് വെളിച്ചമാ. നീ പ്രവചന ശബ്ദമാണെന്നർത്ഥം. കോട്ടയം പട്ടണത്തെ നോക്കി, കോട്ടയം പട്ടണത്തിലെ ഡെലിവറൻസ് ചർച്ചിനെ മാത്രമല്ല, ഇവിടെയുള്ള സഭകളെ നോക്കി, ആത്മമണ്ഡലം തുറന്നു നിൽക്കുന്ന ഈ പട്ടണത്തിലെ സഭകളെ നോക്കി ആത്മാവിൽ ഞാനൊരു ദൂത് പറയുക. ലോകത്തിന്
പ്രവചന ശബ്ദമായി ഈ പട്ടണം മാറട്ടെ. അക്ഷര നഗരി പ്രവാചകന്മാരുടെ നഗരിയായി അറിയപ്പെടട്ടെ. ആമീൻ പറഞ്ഞ് സ്വീകരിച്ചട്ടെ. അക്ഷര നഗരി പ്രവചന താഴ്വരയായി മാറട്ടെ. പ്രവചന താഴ്വരയായി. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, പ്രവചന താഴ്വരയിൽ ഞാൻ പ്രവാചകന്മാരുടെ ദർശനം വർദ്ധിപ്പിക്കും. ഉണ്ടോ? പ്രവചന താഴ്വരയിൽ ഞാൻ പ്രവാചകന്മാരുടെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ ദൂത് റിസീവ് ചെയ്തുകൊണ്ട് പറ, കോട്ടയം പട്ടണം പ്രവചന താഴ്വരയാകാൻ പോകുക. പ്രോഫറ്റിക് അനോയിന്റിംഗ് ഒത്തിരി പേര് രാജ്യങ്ങളെ നോക്കി പ്രവചിക്കുന്ന, സിംഹാസനങ്ങളെ നോക്കി പ്രവചിക്കുന്ന, രാജാക്കന്മാരെ നോക്കി പ്രവചിക്കുന്ന, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ പ്രകാശമായി നിൽക്കുന്ന, പ്രവചന ശബ്ദമായി നിൽക്കുന്ന ഒരു തലമുറ. എത്ര എന്നെ ഉപയോഗിക്കണം കർത്താവേ. Lord use me. എന്നെ ഉപയോഗിക്കണം. ദൈവത്തിന് പലപ്പോഴും പ്രവചിക്കാൻ ആളിനെ കിട്ടാതെ പോകും കേട്ടോ. ദൈവത്തിന് പലപ്പോഴും. അപ്പൊ ദൈവം ലോകമനുഷ്യർ കഴുത ഉപയോഗിച്ചില്ലേ? എന്താ കാരണം? കഴുത എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? വേറെ ആളിനെ കിട്ടിയില്ല, അതുകൊണ്ടാണ് കഴുത ദൈവം. അതാ, വേറെ ആളുണ്ടായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. നമ്മുടെ ചാനലിൽ വന്നിട്ട് രാജൻ നായർ എന്ന് പറഞ്ഞൊരു ഭാഷ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം വിശ്വാസത്തിൽ വന്ന് ഇതിനകത്ത് ഇടിയും കുത്തുവൊക്കെ കണ്ട് അദ്ദേഹം അങ്ങ് പിന്മാറിപ്പോയി. ഇതാണോ ഈ പറഞ്ഞ ഭക്തന്മാരെന്ന് ഓർത്ത് പുള്ളി ഇങ്ങനെ പുറമോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ പുള്ളിയുടെ കുടുംബത്തിൽപ്പെട്ട എന്താ പറയുന്നത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ചെന്നു. വിശ്വാസിയല്ല കേട്ടോ, നായർ കുടുംബമാണ്, ഹിന്ദുവാ. അവിടെ ചെന്നിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം അമ്മയുടെ അനിയത്തി വന്നിട്ട് ചോദിച്ചു, എടാ ഞാൻ കേട്ടല്ലോ നീ ഇപ്പം പുതിയ വിശ്വാസത്തിലാണെന്ന്. അപ്പം പുള്ളിക്കൊന്നും പറയാനില്ല, കാരണം പുതിയ വിശ്വാസത്തിലാണോ അല്ലയോ എന്നുള്ള പരുവത്തിൽ നിൽക്കുക, പുറമോട്ട് മാറി നിൽക്കുക. അപ്പം അമ്മയുടെ അനിയത്തി പ്രവചിക്കാൻ തുടങ്ങി. കേൾക്കണം, ആരാണ്? പെന്തക്കോസ്തുകാരിയല്ല, രക്ഷിക്കപ്പെട്ടവളല്ല. അവർ പ്രവചിച്ചു. എന്താ പ്രവചിച്ചെന്ന്? എടാ നിന്നോട് ഞാനൊരു കാര്യം പറയാ, നീ ഒരു മാർഗത്തിൽ ഇറങ്ങി പുറമോട്ട് കാല് വെക്കരുത്. നീ ഇറങ്ങിയെങ്കിൽ നനഞ്ഞിറങ്ങിയ കുളിച്ചേ കയറാവുള്ളടാ. ആ ദൈവദാസന്റെ സാക്ഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ദൈവാത്മാവ് എന്നോട് പ്രവചിച്ചത് എൻ്റെ അമ്മയുടെ അനിയത്തിലൂടെയാ, വിശ്വാസിയല്ല. കാരണം എന്താ? ദൈവത്തിന് വേറൊരു പെന്തക്കോസ്തുകാരനെ കിട്ടിയില്ല പ്രവചിക്കാൻ. ഹല്ലേലൂയ. അവരാരും എൻ്റെ നാമായി തീർന്നില്ല. അവസാനം എങ്ങനെങ്കിലും ഇവനെ രക്ഷിക്കാൻ കോട്ടയത്തിൽ മിടുക്കന്മാർ ഒത്തിരിയുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്നെ പൊക്കിയിരിക്കുക, നിന്നെ തൂക്കിയെടുത്തിരിക്കുക. അഭിഷേകത്തിന്റെ അടുത്ത തലത്തിലേക്ക് വളർന്നു വരുവാൻ ഒരു പ്രോഫറ്റിക് അനോയിന്റിംഗോടെ ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായി മാറുവാൻ രാജ്യങ്ങളെ നോക്കി പ്രവചിക്കുന്ന പ്രവാചകന്മാർ കോട്ടയത്തു നിന്ന് എഴുന്നേറ്റ് വരട്ടെ. എത്ര വിശ്വസിക്കുന്നു? ഒരു വാക്കിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോകുക നിങ്ങൾക്ക് വേണ്ടി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എത്ര പേർ കർത്താവേ, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ യഹോവയുടെ തേജസ് എൻ്റെ മേൽ ഉദിക്കണം. അടിയനിതാ എന്നെ സമർപ്പിക്കുക, എൻ്റെ നാവിനെ ഉപയോഗിക്കണം. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിങ്ടൺ, അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള സ്ട്രീറ്റിൽ രാത്രി നടന്നു പോയ ഒരാൾ ഏതോ കല്ലേലോ എന്തോ തട്ടി വീണു. പിറ്റേ ദിവസം രാവിലെ ജോർജ് വാഷിങ്ടൺ അറിഞ്ഞു, ഇന്നലെ രാത്രി ഒരുത്തിന് ഇവിടെ തട്ടി വീണു, പരിക്കേറ്റു. അടുത്ത ദിവസം വൈകിട്ട് ജോർജ് വാഷിങ്ടൺ തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ലാൻറ്റേൺ, ഒരു തൂക്കുവിളക്ക് തൂക്കിയിട്ടു. ആ സ്ട്രീറ്റിലുള്ളവർ വന്ന് ചോദിച്ചു, എന്താ ഇന്നൊരു പുതിയ പതിവ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നലെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരുത്തൻ തട്ടി വീണു, ഇനിയും ആരും എൻ്റെ വീടിൻ്റെ മുമ്പിൽ തട്ടി വീഴാൻ പാടില്ല. അടുത്ത ദിവസം ആ സ്ട്രീറ്റിലെ എല്ലാ വീടിൻ്റെ മുമ്പിലും ഒരു ലാൻറ്റേൺ വന്നു. നിങ്ങൾ പറയണം, കർത്താവേ, എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരുത്തൻ തട്ടി വീഴാൻ പാടില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരുത്തൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് നിനക്ക് ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞാനുണ്ട് കർത്താവേ. ഞാൻ വെളിച്ചമാകാം, ഞാൻ പ്രവചന ശബ്ദമാകാം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകാം. ഏറ്റെടുത്തോ? കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കാട്ടെ. വിളിച്ചു പറഞ്ഞ അടിയനിതാ കർത്താവേ, എന്നെ ഉപയോഗിക്കണം. അസാധാരണത്വത്തിലേക്ക്, സൂപ്പർ നാച്ചുറൽ ആയ ഒരു തലത്തിലേക്ക്
ഇന്ന് കണ്ട മഹത്വമല്ല കേട്ടോ, ശലോമോന് പറ്റാത്തത്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ. എങ്ങനെയാ പണിയാൻ പോകുന്നത്? കൃപ, 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 കൃപ. പറഞ്ഞാട്ടെ, കൃപ. കൃപ പണിയുന്നത് എങ്ങനെയാ? സൈന്യത്താലല്ല, ശക്തിയാലല്ല, കൃപയാൽ. കൃപയാൽ, കൃപയാൽ പണിയാൻ പോകുക. പറഞ്ഞാട്ടെ, എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവില്ല, കൃപയാ, കൃപയാ, കൃപ, കൃപ, കൃപ. കൃപ പ്രാപിച്ചു. കൃപയാൽ പണിയുന്ന ഒരു തലമുറ, കൃപയാൽ എഴുന്നേൽക്കുന്ന ഒരു തലമുറ, മഹത്വമുള്ള ചിലത് ഈ ദേശത്ത് പണിയുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ആ ഉയർത്തിയ കരങ്ങൾക്കായി സ്തോത്രം. എല്ലാ കരങ്ങളും സ്വർഗം കാണട്ടെ. ആ ഉയർത്തിയ കരങ്ങൾക്കായി സ്തോത്രം. കർത്താവ്, ഈ ജനത്തിനുമേൽ, ഇവരുടെ ഓരോ വ്യക്തികളുടെ നാവിന്മേൽ ഒരു പ്രോഫറ്റിക് അനോയിന്റിങ് വെളിപ്പെട്ടു വരട്ടെ. അടുത്ത തലത്തിലേക്ക് ദേശത്ത് സഭ ഉയർന്നു വരട്ടെ. സ്പോട്ട്ലൈറ്റ് ഈ ഓരോ മക്കളുടെ മേൽ വീഴട്ടെ. അത് സംഭവിച്ചിരിക്കാൻ സ്തോത്രം. അത് സംഭവിച്ചിരിക്കാൻ സ്തോത്രം. ദേവാ അടിയനിതാ, ഓ ദേവാ അടിയനിതാ, ദേവാ അടിയനിതാ, അടിയനിതാ, ദേവാ അടിയനിതാ, ദേവാ അടിയനിതാ, ദേവാ അടിയനിതാ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ മുഖത്തേക്ക് നോക്കുന്നു. കർത്താവേ, അങ്ങയ്ക്ക് കേരളത്തിൽ, കോട്ടയത്ത് ഞങ്ങളുണ്ട്, ഇന്ത്യയിൽ അങ്ങയ്ക്ക് ഞങ്ങളുണ്ട്. അങ്ങയുടെ നാവാകാൻ, അങ്ങയുടെ കണ്ണാകാൻ, അങ്ങയുടെ കാതാകാൻ, അങ്ങയുടെ കൈയാകാൻ, അങ്ങയുടെ കാലുകളാകാൻ, അങ്ങയുടെ ശബ്ദമാകാൻ ഞങ്ങളുണ്ട് ഇന്ത്യയിൽ. അങ്ങനെ സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? പിതാവെ, ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ സമൃദ്ധി കൊണ്ട് ഇവരെ നിറക്കണമേ. ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവർ, സുവാർത്ത ദൂതികൾ വലിയൊരു കിണവാണല്ലോ. യേശുവിന്റെ നാമത്തിൽ ഉപവാസത്തിൽ പുറത്തു വരട്ടെ. സഭയെ അനുഗ്രഹിക്കുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവിന് അത്ഭുത കരം നീട്ടിയതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ.